ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. റാഗിപ്പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ്. ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല, നമുക്കിപ്പോൾ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും. ഇപ്പോൾ എണ്ണയ്ക്കകത്തൊക്കെ വറുത്ത് പൊരിച്ച് ഒന്നും കഴിക്കാതെ റാഗിപ്പൊടി കൊണ്ട് ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. നല്ല ടേസ്റ്റുമാണ്. നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ഇഷ്ടത്തോടെ തന്നെ കഴിക്കുന്ന ഒരു സ്നാക്കാണിത്. പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നൊന്നുമില്ല. ഒരു ഗ്ലാസ് ചൂട് കാപ്പിയോ ചായയുടെ കൂടെയൊക്കെ ഇതിങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ കാണുന്നെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കണം. വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ആ നേരം കൊണ്ട് ഒരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് റാഗിപ്പൊടി എടുക്കാം. ഇപ്പം ഞാനിപ്പോൾ 1 കപ്പ് റാഗിപ്പൊടി, ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവേ. 1 കപ്പ് റാഗിപ്പൊടിക്ക് ഒരു 2 സ്പൂണ് ഗോതമ്പിൻ്റെ പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗോതമ്പിൻ്റെ പൊടിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി അതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് ശർക്കരയാണ്. നിങ്ങൾക്ക് ശർക്കര വേണ്ടാന്നുണ്ടെങ്കിൽ ശർക്കര സ്കിപ്പ് ചെയ്യാം. ശർക്കര ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ കറിയൊന്നും ഇല്ലാതെ ചായയുടെ കൂടെ വെറുതെ കഴിക്കണമെങ്കിൽ കുറച്ച് ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 സ്പൂൺ ചിരകിയ ശർക്കര കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ തിളയ്ക്കാൻ ആദ്യം തന്നെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന ചൂടുവെള്ളം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം. ചൂടുവെള്ളം ചേർത്തിട്ട് ഒരു സ്പൂണോ തവിയോ കൊണ്ടോ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, കൈ കൊണ്ട് നമ്മൾ മിക്സ് ചെയ്യരുത്. ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പം നന്നായിട്ട് എല്ലായിടത്തും ചൂട് എത്തുന്ന മാതിരി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ഒരു 2 മിനിറ്റ് നമ്മളിതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഒത്തിരി തണുത്ത് പോകേണ്ട, ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് കൈ കൊണ്ട് ഇതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്യാൻ പറ്റുന്ന പാകമാകുന്നവരെ നമുക്കിതൊന്ന് തണുക്കാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതുകൊണ്ട് അപ്പോൾ എല്ലായിടത്തും ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. ഇതൊക്കെ നന്നായിട്ട് ഒന്ന് തണുത്തിട്ടുണ്ട്. കൈ കൊണ്ട് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്ന പാകമായിട്ടുണ്ട്. ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് കൈ ഒന്ന് നനച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് നമ്മളിതുപോലെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിക്കണം. തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിട്ടുണ്ട്. ഇനി കൈ ഒന്ന് വെള്ളത്തിലൊന്ന് നനച്ചെടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഉരുളകളാക്കി എടുക്കണം. ഇത് കണ്ടോ, ഇതുപോലെ നമ്മളിപ്പോൾ ഒരു ഉണ്ടയൊക്കെ കോഴിക്കോട്ടയൊക്കെ ഉണ്ടാക്കുന്ന ആ പരുവത്തിൽ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് 2 കൈയും ചേർത്തൊന്ന് ഉരുട്ടിയിട്ട് നടുക്കൊരു ചെറിയ ഹോളിട്ട് കൊടുക്കണം. ഇതിപ്പം ഒരു ഡോനറ്റിൻ്റെ ഒക്കെ ഷേപ്പ് ആയിട്ടുണ്ട്. നമുക്കത് പെട്ടെന്ന് വെന്ത് ഉള്ളിലൊക്കെ നന്നായിട്ട് വേകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒരു ഹോളിട്ട് കൊടുക്കുന്നത്. ഇതുകൊണ്ട് ഞാനിപ്പം എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഉരുട്ടി ഷേപ്പൊക്കെ കൊടുത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ചിരകിയ തേങ്ങ എടുക്കണം. തേങ്ങ എടുത്തിട്ട് നമ്മൾ ഉരുള ഉരുട്ടി വെച്ചിട്ടുണ്ടല്ലോ, അതിനെ ഈ തേങ്ങയ്ക്കകത്തൊന്ന് മെല്ലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. കുറച്ച് തേങ്ങ ഇതിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് വെതറി കൊടുത്തു കഴിഞ്ഞിട്ട് കൈ കൊണ്ട് മെല്ലെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. ആ തേങ്ങയൊക്കെ അവിടെ നിന്ന് ഇരുന്നോളൂ. ഇതിപ്പോൾ നമുക്കിങ്ങനെ കാണാനും അതുപോലെ നമ്മൾ കഴിക്കാൻ നേരത്ത് നല്ല ടേസ്റ്റായിരിക്കും. നമ്മൾ ആൾറെഡി തേങ്ങ ചിരകിയത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. മിക്സ് ചെയ്യാൻ നേരത്ത് മുകളിൽ കൂടെ ഇതുപോലെ ഒന്ന് തേങ്ങ ഒന്ന് നമ്മൾ ഡിപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നമ്മൾ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റുമായിരിക്കും. ആ റാഗിയുടെ ആ ടേസ്റ്റ് ഒന്നും ഉണ്ടാകാതെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പം വെച്ചിരിക്കുന്ന നമ്മളിപ്പോൾ ഉരുളയാക്കി വെച്ചിരിക്കുന്ന എല്ലാ റാഗിയുടെ ഉണ്ടകളെ എടുത്തിട്ട് ഇതുപോലെ തേങ്ങയിലൊന്ന് ഞാൻ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ട എല്ലാം ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഇഡ്ഡലി പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു സ്റ്റീമറിലോ വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കാം. അപ്പം ആവശ്യത്തിന് ഒരു 10 മിനിറ്റ് നമ്മളിത് വേവിച്ചെടുക്കണം. അതിനാവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു വാഴയിലയോ എന്തെങ്കിലും നമ്മൾ വെച്ച് കൊടുത്തിട്ട്, അല്ലെങ്കിൽ അതിൽ കുറച്ച് വെള്ളമൊക്കെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വാഴയിലയും കൂടെ വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പം നല്ല ചൂടുണ്ടാവണം. നല്ലതായിട്ട് വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഈ പലഹാരം എടുത്ത് സ്റ്റീമറിലേക്കോ അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിലേക്കോ വെച്ചിട്ട് ഇത് കവർ ചെയ്ത് ഒരു 10 മിനിറ്റ് നമ്മളിത് വേവിച്ചെടുക്കണം. എന്നാലേ ഇപ്പോൾ റാഗിയൊക്കെ പൊടിയാണല്ലോ, അപ്പോൾ അകത്ത് ഉള്ളിലൊക്കെ വേഗം കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഒരു 10 മിനിറ്റ് നമ്മൾ ആൾറെഡി ചൂടുവെള്ളമൊക്കെ ഒഴിച്ചതാണ്, എന്നാലും ഒരു 10 മിനിറ്റായാലും ഉള്ളിലൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഞാനിത് കവർ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വേകാനായിട്ട് വെക്കുവാണേ.
10 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ റാഗി പലഹാരമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. സെർവ് ചെയ്യാൻ നേരത്ത് ഇപ്പം ഞാനിപ്പോൾ ശർക്കരയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, ചൂടോടുകൂടി നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച്, ഇപ്പം നെയ്യൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നെയ്യ് വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. ഇപ്പം നമ്മൾ ശർക്കരയൊന്നും ചേർക്കാതെ, ശർക്കര ചേർത്താലും നമുക്ക് ഇച്ചിരി സാമ്പാറോ ചമ്മന്തിയുടെ കൂടെയൊക്കെ ഇത് കഴിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇച്ചിരി നെയ്യ് ഒഴിച്ച് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ.